നല്ല മഴയത്തെ ഇങ്ങനെ തണുത്ത് നിൽക്കുന്ന അന്തരീക്ഷത്തില് ഈ മരിച്ചീനി മുളക് ഉടച്ചത് മറ്റേ ഉണക്കമീൻ അതിലോടെ ചേർത്തൊരു പിടി ഒത്തിരി സുഖം തരും. പക്ഷെ ഉണക്കമീൻ തന്നെ ആയിരിക്കണം. പച്ചമീന്റെ വൈബ് കിട്ടില്ല. ഇല്ല ആ വൈബ് കിട്ടൂല. പിന്നെ ദുബായിലെ സൈറ്റില്ലേ, ദുബായിലുള്ള സൈറ്റ് അവനോടുള്ള കമ്പനി വേണ്ട. കോളെ പിടിച്ചു എന്ത് അവൻ ശരിയാവില്ലേ. നിസ്സാരം 200 രൂപ ചോദിച്ചപ്പോ എനിക്ക് തന്നില്ല. ആഹാരം വാങ്ങിക്കാനാണെങ്കിൽ തരാം, മദ്യം വാങ്ങിക്കാൻ തരൂല്ല. ഇവരൊക്കെ അങ്ങനെ അങ്ങനെ ഇവിടെ ആഹാരം ഉണ്ടല്ലോ, പൊതിച്ചോറ് ഗതിച്ചോറ് എത്ര എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടും. മദ്യത്തിനാണ് പൈസ നമ്മൾ കൊടുക്കേണ്ടത്. അത് ഇവരൊന്നും സഹായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മനുഷ്യനാണ്. പിന്നെ ഇവരുണ്ടല്ലോ മറ്റേ കുമാരപുരത്തുള്ള മറ്റേ പൂനെ, ഈ പൂനനും എന്റെ അടുത്ത് ഇതേ വർത്താനം പറഞ്ഞു. അവന് നന്ദി ഇല്ലാത്തതാണ്. അവനെ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം അവനെ സഹായിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അറിയൂ. ഞാനാ കാരണം അവന്റെ അമ്മ ഇത്ര വലിയ പാത്രത്തിലാണ് ചോറ് എടുത്ത് വിടുന്നത്. മനസ്സിലായി? ആവല് പൊരിച്ചത് കീവല് പൊരിച്ചത് ഒക്കെ വയ്ക്കും. അവൻ ഒറ്റയ്ക്ക് എല്ലാം കൂടെ കഴിയാൻ പറ്റൂലേ. ഞാനും കൂടെ ഇരുന്നാണ് അത് തീറ്റവനെ സഹായിക്കുന്നത്. ആ നന്ദി ഞാൻ ചെറുക്കനുണ്ട്. നന്ദി ഇല്ലാത്തവനൊക്കെ മഴയത്തെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന വൈബ് ഒരു വൈബ് തന്നെ അല്ലേ? അപ്പൊ വെയിലത്താ വെയിലത്തിങ്ങനെ ഫാനിന്റെ പൊട്ടി ഇരുന്ന് ജനലിൽ കൂടെ പണിക്ക് പോകണം. മറ്റേ ബംഗാളികളെ നോക്കി ഇങ്ങനെ ഇരിക്കണം. അത് വേറൊരു വൈബ്. അപ്പൊ പണിക്ക് പോകണം. അവിടെ പണിക്ക് പോയാലേ ഈ തൊഴിലില്ലായ്മ എന്ന് പറയണ ഈ ഒരു കലാരൂപം അന്യം നിന്ന് പോയില്ലളിയാ. നമ്മൾ 2-3 പേരും കൂടെ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്നാ പിന്നെ നീ പണിക്ക് പോകത്തത്? കുഞ്ഞുനാളോട്ട് നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത്. ഞാൻ പണിക്ക് പോയാൽ നീ ഒറ്റപ്പെട്ടു പോകില്ലേ. പിന്നെ ഞാൻ അങ്ങനെ ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല. इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है.